KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയെ കുറിച്ച് എല്ലാ ആളുകൾക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് ചിതറിക്കിടന്ന ഒരു രാജ്യമാണ്. മതങ്ങൾ, ജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് 75 വർഷക്കാലം ഈ രാഷ്ട്രത്തെ നിലനിർത്തി എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേട്ടവും. ഈ രാജ്യം ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ടതും അതാണ്. തകരുമെന്ന് കരുതിയ രാജ്യമല്ലേ ഇന്ത്യ. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല എന്ന് വിദേശത്ത് തന്നെയുള്ള ഭരണകർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രമീമാംസകന്മാർ, ചരിത്രകാരന്മാർ, പത്രമാധ്യമങ്ങൾ എല്ലാം എഴുതിയിട്ടില്ലേ? ലണ്ടൻ ടൈംസ് ഒക്കെ എഴുതിയ എഡിറ്റർ കോളം നമുക്കറിയില്ലേ? ഇന്ത്യ നിലനിൽക്കില്ല. ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തുണക്കിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഭരണപ്രതിജ്ഞ ഇല്ല. അതുകൊണ്ട് ഏറെക്കാലം നിലനിൽക്കാത്ത രാജ്യമാണ്, സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന് വൈദേശിക പത്രങ്ങൾ, വൈദേശിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ഭരണകർത്താക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 75 വർഷം നമ്മളത് സംരക്ഷിച്ച് കരുത്തുറ്റ ഒരു രാഷ്ട്രമാക്കി മാറ്റി, അരിയും തുണിയും പണിയുമില്ലാത്ത ഒരു രാജ്യത്തെ ലോകത്തിലെ സമ്പന്ന രാജ്യത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു രാഷ്ട്രമാക്കി മാറ്റി വളർത്തി കൊണ്ടുവന്നു എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആലോചിക്കാൻ സാധിക്കാത്തതാണ്. വ്യക്തി നിയമം, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇവിടെ ഇതെല്ലാം തമ്മിലടിക്കും. ഈ രാജ്യത്തിന്റെ ഇന്ന് നാം നേടിയെടുത്തിരിക്കുന്ന എല്ലാ ഐക്യവും കൂട്ടായ്മയും എല്ലാം നഷ്ടപ്പെടും. ഈ രാജ്യത്തിന്റെ വികസനം നഷ്ടപ്പെടും. ഈ രാജ്യം നശിക്കും, തകരും, തകർക്കപ്പെടും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി നിയമത്തിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നു. എല്ലാ കാലവും കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. നാളെയും നമ്മുടെ നയം അത് തന്നെയാണ് എന്ന് പറയാനാണ് താല്പര്യം. പിന്നെ നരേന്ദ്രമോദി തന്നെ നിയമിച്ച ലോ കമ്മീഷൻ 2018 നൽകിയ റിപ്പോർട്ടിലും പറയുന്നത് ഏക വ്യക്തി നിയമം കോഡ് ഇന്ത്യക്ക് അഭിലഷണീയമോ അനിവാര്യമോ അല്ല എന്നാണ്. നരേന്ദ്രമോദി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അനിവാര്യമോ അല്ല, അഭിലഷണീയമോ അല്ല. സുചിന്തിതമായ അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിനുമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ, നേതൃത്വം ഇതേ തീരുമാനത്തിലാണ് ഉള്ളത്. ആ തീരുമാനം നെഞ്ചിലേറ്റാനാണ് കേരളത്തിൽ KPCCയും തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനമാണ് ഞങ്ങൾ നിങ്ങളെ അറിയുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ CPM ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. 1985 ഷാബാനു കേസിൽ കോടതി വിധി വന്നതിനെ തുടർന്ന് ഏക വ്യക്തി നിയമം വേണമെന്ന് വ്യക്തമായ നിലപാടെടുക്കുകയും 1987 തെരഞ്ഞെടുപ്പിൽ ശരീഅത്തിനെ കടന്നാക്രമിച്ച് ഹിന്ദു വർഗീയത ഇളക്കി വിടുകയാണ് EMSഉം CPMന്റെ മുഴുവൻ നേതൃത്വവും ചെയ്തത്. ഇന്ന് തകിടം പറയാണ്. അന്ന് അവർ അതിന്റെ വക്താക്കളായിരുന്നു. അപ്പൊ നമ്പൂതിരിപ്പാടിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EK നായനാരും സുശീല ഗോപാലനും സതീദേവിയും ഒക്കെ വ്യക്തി നിയമത്തിന് അനുകൂലമായി പല ഘട്ടങ്ങളിലും രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ മുസ്ലിം ജനവിഭാഗത്തിന് സംരക്ഷണം നൽകിയത്. കുറുക്കൻ കോഴിയുടെ സുഖമന്വേഷിക്കാൻ ചെല്ലുന്നത് പോലെയാണ് CPM ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഇറങ്ങിച്ചെല്ലുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ കാപട്യ രാഷ്ട്രീയം അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നയം മാത്രമാണ്. അവസരത്തിനൊത്ത് മാറാൻ ഒരു നാണവും മടുപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷം, CPM എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ അവരുടെ കാഴ്ചപ്പാട്. ഇത് സംബന്ധിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. പകപോക്കലിനെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച്, മാധ്യമ സ്വാതന്ത്ര്യ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. വിമർശിക്കുന്ന പത്രമാധ്യമങ്ങളെ മുഴുവൻ അടക്കി എതിർക്കാനും നടപടികൾക്ക് വിധേയമാക്കാനും ശ്രമിക്കുന്ന ഒരു സർക്കാർ ഒരു ജനാധിപത്യ സംവിധാനത്തിന് അപമാനമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം. അതിനെ ഹനിക്കുന്ന ഒരു ഗവൺമെന്റ് ജനാധിപത്യത്തിന് ഹാനികരമാണ്, അപകടകാരികളാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് CPM ഇടതുപക്ഷ സർക്കാർ എടുക്കുന്ന നയങ്ങൾ
മാധ്യമങ്ങൾക്കെതിരെ എടുക്കുന്ന നയങ്ങൾ ഒരിക്കലും അഭിലഷണീയമല്ല. അനഭിലഷണീയമായ ആ നയത്തിനെതിരെ അതിശക്തിമത്തായി പോരാടാനും മാധ്യമങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള ഒരുക്കുമറ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കും എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. രാഷ്ട്രീയ പകപോക്കലിനും മാധ്യമ വേട്ടക്കുമെതിരെ 283 ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ജൂലൈ 26 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസുകാർ നടത്തും. KPCCയുടെ ആഭിമുഖ്യത്തിൽ മേഖല തിരിച്ച് മാധ്യമ സ്വാതന്ത്ര്യ സംഗമങ്ങൾ നടത്തും. ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ മറുനാടൻ മലയാളി പത്രത്തിന്റെ ആ വസ്തുതകൾ ഞാൻ സ്റ്റഡി ചെയ്യായിരുന്നു. എന്ത് തോന്നിയവസാണ് പോലീസൊക്കെ കാണിച്ചിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആ കടയുടെ സകല സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി അടിച്ചു പൊളിച്ച് തകർത്ത് അവിടെ അദ്ദേഹം ഒളിവിൽ താമസിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഒരു മാധ്യമത്തിൽ അതിനൊരു മര്യാദ ഇല്ലെന്നാണ് ചോദിക്കുന്നു. നടപടി എടുത്തോട്ടെ, നടപടി സ്വീകരിച്ചോട്ടെ. പക്ഷെ പോലീസുകാർ അക്രമികളായി പോലീസുകാർ ഇതെല്ലാം തകർക്കുന്നിടത്തേക്ക് പോകുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് നിയമത്തിന്റെ പിന്നാമ്പുറം പറ്റിയാണ്? അന്തസ്സും വേണ്ടേ, ആഭിജാത്യം വേണ്ടേ, അഭിമാനം വേണ്ടേ, ഒരു സംസ്കാരം വേണ്ടേ? ഒരു മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കാൻ അതിനൊരു സിസ്റ്റം ഇല്ലേ? ആ സിസ്റ്റം അത് ഒരു ഗവൺമെന്റ് വിസ്മരിക്കാമോ? എനിക്ക് അത്ഭുതം തോന്നുക. സാദിനെതിരെ എടുത്ത നടപടി അതിക്രൂരമാണ്, ഭീകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഞങ്ങൾ മറുനാടൻ മലയാളി സംരക്ഷണം ഒരുക്കാനുള്ള നടപടികൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശരിക്കും ഇതുപോലെ മാതൃഭൂമി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ റിപ്പോർട്ടർമാർക്കെതിരെയും കേസെടുത്ത് കുടുക്കി അവരെയൊക്കെ നാപടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർക്ക് അനുകൂലമല്ല. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ, ഒന്ന് എതിരായി എഴുതിപ്പോയാൽ ആ എഴുതിയതിന്റെ പ്രതികാരം മനസ്സിൽ വെച്ച് അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കുന്ന തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനെ ഞങ്ങൾ അടിമുതൽ മുടിവരെ ഞങ്ങൾ എതിർക്കും. ആ എതിർപ്പോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് അതിന് രക്തസാക്ഷികളാകുന്ന മാധ്യമങ്ങൾക്ക് സംരക്ഷണം നൽകാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഏതറ്റം വരെയും പോകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മങ്ങളെ കാണുകയാണ്. ഏക സിവിൽ കോഡിനെതിരെ K. സുധാകരൻ പ്രതിഷേധിച്ചു. കോൺഗ്രസിന്റെ പ്രതിഷേധം ബഹുസ്വരത സദസ്സുകൾ നഷ്ടമാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്ന് K. സുധാകരൻ പറയുന്നു. ഐക്യദാർഢ്യ സദസ്സുകൾ ജൂലൈ 3-ാം വാരം കേരളത്തിലുടനീളം ഞങ്ങൾ സംഘടിപ്പിക്കും. മണിപ്പൂരിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് അടുത്ത കാലഘട്ടങ്ങളിലൊന്നും ഇത്രമാത്രം മനസ്സ് നൊന്ത അക്രമം ഉണ്ടായിട്ടില്ല. പോലീസുകാർ വെടിവെച്ച് കൊല്ലല്ലേ, പച്ച ഒരു ഇതുമില്ലാതെ പോലീസുകാർ ഏകപക്ഷീയമായി അവരെ വെടിവെച്ച് കൊല്ലല്ലേ. കുക്കികളൊക്കെ സഹിക്കുന്ന ത്യാഗവും കഷ്ടപ്പാടുകളും മണിപ്പൂരിൽ എന്തുമാത്രം ഭീകരമാണ് അവിടെ. ആ പ്രദേശത്ത് വർഗീയതയാണ് നിലനിൽക്കുന്നത്. അതിന്റെ പിറകിലൊക്കെ, ഈ അക്രമത്തിന്റെ ഒക്കെ പിറകിലും വെടിവെപ്പിന്റെ പിറകിലും വർഗീയ താല്പര്യങ്ങളാണ്, വർഗീയ കാഴ്ചപ്പാടാണ്, വർഗീയ പ്രതികാരമാണ്. ആ പ്രതികാരമെടുത്തും മണിപ്പൂർ ഇന്ന് രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു യുദ്ധകാണ്ഡമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ കറുത്ത മുത്തായി മണിപ്പൂർ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മണിപ്പൂരിലെ ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് സംരക്ഷണം ഉണ്ടാക്കാനുമുള്ള ബാധ്യത ഇന്ത്യയിലെ ജനകോടികൾക്കുണ്ട്. ആ ജനകോടികളുടെ ഉത്തരവാദിത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കെടുക്കും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതിൽ പങ്കെടുക്കും.